മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മെയിൻ്റെനൻസ് കോസ്റ്റ് വരും. സ്പെയർ പാർട്സിനും നല്ല കോസ്റ്റ് ഉണ്ട്. തുമ്പി കല്ലെടുത്താൽ എങ്ങനെ ഇരിക്കും അതേപോലത്തെ ഒരു നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ അടിയിൽ, വൃത്തികെട്ട്. ഞാൻ ഇതിൻ്റെ ഫോട്ടോ എന്ന് വെച്ചാൽ ട്രയംഫിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ട്രയംഫ് ഭയങ്കര കുട്ടി ബൈക്ക് പോലെ ഫീൽ ചെയ്ത് എനിക്ക്. ഹിമാലയൻ്റെ കൂടുതലും നമുക്ക് വൈബ്രേഷൻ സീറ്റിലോട്ടല്ല കിട്ടുന്നത്, നമുക്ക് ഈ ഹാൻഡിലിൻ്റെ മുകളിൽ കിട്ടുന്നുണ്ട്. ഹലോ പീപ്പിൾ, വെൽക്കം. ഇന്നൊരു ട്രിപ്പ് കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ഒരു ഓണർഷിപ്പ് റിവ്യൂ ആണ് ഈ വണ്ടിയുടെ. ഇത് കറക്റ്റ് ഇപ്പോൾ വണ്ടി എടുത്തിട്ട് ഇന്ന് ജൂലൈ 16. ഞാനിന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ജൂലൈ 16 തീയതിയാണ് 2026. ഞാൻ വണ്ടി എടുത്തത് കഴിഞ്ഞ വർഷം ജൂൺ 2025 16 തീയതി. അപ്പോൾ കറക്റ്റ് ഒരു വർഷം ഒരു മാസമായി ഇന്നത്തേക്ക് കറക്റ്റ്. വണ്ടി ഇപ്പം ടോട്ടൽ 15,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ ഇതെടുത്തതിൻ്റെ പിന്നിൽ ഭയങ്കര വലിയൊരു സ്റ്റോറി തന്നെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഒരു വ്ളോഗ് ചെയ്തായിരുന്നു നെല്ലിയാമ്പതിക്ക് പോകുന്നത്, അതിൽ ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഈ വണ്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഈ മോഡൽ സെലക്ട് ചെയ്തെന്നുള്ളത്, ശരിക്ക് ഫസ്റ്റത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് എൻ്റെ പർപ്പസ് മീറ്റ് ചെയ്യുന്ന ഒരു മോഡൽ ഇതായിരുന്നു. ഞാനിത് എടുക്കുന്ന സമയത്ത് നമ്മുടെ പുതിയ മോഡൽ Gen 2 390 അഡ്വഞ്ചർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ പിന്നെ എൻ്റെ പർപ്പസ് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ എൻ്റെ പർപ്പസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലോങ് ടൂറിങ് ആണ്. പിന്നെ എനിക്ക് സീറ്റ് കംഫർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വണ്ടീൻ്റെ കാര്യത്തിൽ. സീറ്റ് കംഫർട്ട് റൈഡറിൻ്റെ ആണെങ്കിലും ഈ പില്യൺ സീറ്റ് ആണെന്നുണ്ടെങ്കിലും എനിക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പുതിയ വണ്ടിയിൽ ഞാൻ ആകെ ഒരു ഡിസഡ്വാൻറ്റേജ് ചെയ്ത് കണ്ടത് വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ഡക്കാർ ഇൻസ്പയർഡ് ആയിട്ടുള്ള ലുക്കും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. പക്ഷേങ്കിൽ അതിൻ്റെ സീറ്റ് ഭയങ്കര ഇത്ര വിട്ത് വരുന്നില്ല, കുറച്ച് നേരമാണ്. ഒരു എന്താ പറയുക, ഒരു 4 സീറ്റ് പോലത്തെ സീറ്റാണ് അതിന് വരുന്നത്. ഏതൊരു ചെക്ക് ഫസ്റ്റ് ടൈമാണ് റിവ്യൂ ചെയ്യുന്നത്. ഞാനിങ്ങനെ റിവ്യൂവറൊന്നും അല്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തെറ്റും മിസ്റ്റേക്കിലുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജെന്യുവൻ ആയിട്ടുള്ള ഓണർഷിപ്പ് എക്സ്പീരിയൻസ് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. പിന്നെ ഞാനിത് എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ലുക്സ് തന്നെയാണ് ഗൈസ്, വേറൊന്നുമല്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അഡ്വഞ്ചർ ബൈക്സിൽ എൻ്റെ ഏറ്റവും വലിയ ഡ്രീം ബൈക്ക് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ഇതിൻ്റെ കേട്ടനായിട്ട് ഒരു 890 അഡ്വഞ്ചർ R എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഞാൻ ഫോട്ടോ ഇവിടെ ഇടാം സൈഡിൽ. ആ ബൈക്കിൻ്റെ ഒരു ഭയങ്കര ഫാനാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞനായിട്ട് വരും ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ലൈറ്റിൻ്റെ ഈ കൗളും കാര്യങ്ങളൊക്കെ അതിൽ മാറ്റമുണ്ട്. പക്ഷേങ്കിൽ യൂണിറ്റ് സെയിം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ആ 890 അഡ്വഞ്ചറിൻ്റെ സെയിം ടൈൽ തന്നെയാണ് ഇതിനും വരുന്നത്. കണ്ട, ടൈൽ ലൈറ്റ് എന്ന് പറയുന്നത് സെയിമാണ്, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ അതൊക്കെ KTMൻ്റെ കോസ്റ്റ് കട്ടിങ് ആയിരിക്കും ചിലപ്പോൾ. ഇവിടെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആൾക്കാർ പോകുന്നു, എനിക്കാണെങ്കിൽ ചമ്മലും വരുന്നത്. അപ്പോൾ പിന്നെ അറിയാലോ, 373cc DOHC ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ റിലയബിലിറ്റി ഇഷ്യൂ ഒന്നും ഞാൻ നോക്കിയില്ല, കാരണം KTMൽ ഓബിയസ്ലി എന്തായാലും റിലയബിലിറ്റി ഇഷ്യൂ ഉണ്ടാവും, വൈബ്രേഷൻ കൂടുതലുണ്ടാവും. എനിക്ക് ഇതിൻ്റെ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ ബൈക്ക് എടുക്കുന്ന സമയത്ത് ഞാനും വൈഫും കൂടി തീരുമാനിച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ അവൾക്കും പുതിയ മോഡലിനേക്കാളും ഇതാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷേ എനിക്ക് ലുക്ക് വൈസ് രണ്ട് ബൈക്കും ഒരേപോലെ ഇഷ്ടമാണ്. അത് വേറെ തന്നെ ഒരു ലീഗ് ലുക്കാണ് അതിന് വരുന്നത്, ഭയങ്കര കുറച്ചുകൂടി ബൾക്കിയാണ്. ഇതെന്ന് പറഞ്ഞ ഒരു പോക്കറ്റ് റോക്കറ്റാണ്, അധികം സൈസും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേങ്കിൽ കൈ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചില്ലറക്കാരനല്ലാന്ന് നമുക്കും മനസ്സിലാവും, ബാക്കിലിരിക്കുന്ന വണ്ടിക്കാരനും മനസ്സിലാവും. അമ്മാതിരി പവറും കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷേ എന്നാലും 390 ഡ്യൂക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ബിൽഡ് ക്വാളിറ്റി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഈ വണ്ടിയിലെ പാനൽ ഗ്യാപ്സ് ആണെങ്കിലും എല്ലാം കുറച്ചും കൂടി ഒന്ന് നൈസായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി 390 ഡ്യൂക്ക് എനിക്ക് Gen 2 ഡ്യൂക്ക് കുറച്ചുകൂടി ഫ്രജൈലായിട്ടാണ് തോന്നിയത്, പാർട്സ് ആണെങ്കിലും ഫൈബർ ക്വാളിറ്റി ആണെങ്കിലും ഒക്കെ. പക്ഷേ ഇതിനെനിക്ക് ആ ഒരു ഇഷ്യൂ അങ്ങനെ തോന്നിയിട്ടില്ല. ഞാനിപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് ഏകദേശം 15,000 കിലോമീറ്റർ ഓടി വണ്ടി. എനിക്ക് മേജറായിട്ടുള്ള കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ജെന്യുവൻലി പറഞ്ഞാൽ വന്നിട്ടില്ല. പിന്നെ എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് ഞാൻ ചെയിൻ സ്പ്രോക്കറ്റ് ഒരു തവണ മാറേണ്ടി വന്നിട്ടുണ്ട്. അതൊരു 4,000 5,000 ആകുമ്പോഴേക്ക് ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ വെടി തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പിന്നെ എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണെന്ന് വിചാരിക്കാം. പിന്നെ ഞാൻ ഈ വണ്ടിയിൽ കുറച്ച് എൻ്റെ ഒരു പേഴ്സണൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ കാരിയർ തന്നെയാണ്. പക്ഷേ ഇതെനിക്ക് പർപ്പസ് മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കിതിൻ്റെ ലുക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ബൈക്ക് എടുത്ത സമയത്ത് ചാടി കയറി പോയിട്ട് പർച്ചേസ് ചെയ്തൊരു ഐറ്റം ഇത്. എനിക്ക് ഇത്രയും വലിയ ക്ലാമ്പും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. അതിൻ്റെ ഒന്നാമത്തെ കാരണം ഇത് നല്ല വെയിറ്റ് ഉണ്ട്, ഈ ഒരു ഫുൾ യൂണിറ്റ് നല്ല വെയിറ്റ് ഉണ്ട് ഈ കാരിയർ. അപ്പോൾ അതെനി നോക്കിയിട്ട് നല്ലൊരെണ്ണം കണ്ടാൽ ഇനി എന്തായാലും ഞാനിത് മാറും.
പിന്നെ ഞാൻ ചെയ്തേക്കുന്നത് ഈ 2 മിറേഴ്സ് മാറിയിട്ടുണ്ട് ഫ്രണ്ടിലുള്ളത്. അത് നമ്മുടെ പുതിയ 390 അഡ്വഞ്ചർ R, എൻഡ്യൂറോ 390, പിന്നെ ഹുസ്ക്വർണ 401ൻ്റെ പുതിയ മോഡലില്ലേ, അതിനൊക്കെ വരുന്ന സെയിം മിറേഴ്സാണ് ഇത് വെച്ചേക്കുന്നത്. സ്റ്റോക്ക് മിറർ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അത് നല്ല വൈഡാണ്, നല്ല ഹൈറ്റ് ഉണ്ട്, പക്ഷെങ്കിൽ വിസിബിലിറ്റിയും പിന്നെ വൈബ്രേഷനും കൂടുതലായിരുന്നു ആ മിററിന്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ മിറേഴ്സ് മാറ്റിയത്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള വേറെ കാര്യം എന്ന് പറഞ്ഞാൽ 2 ഫോഗ് ലൈറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് HIG എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഫോഗ് ലൈറ്റ്സാണ്. ഇതിൽ ഷെയ്ഡാണ്, യെല്ലോ ഷെയ്ഡ് ആഡ് ചെയ്യാം. ഇതിൽ ഞാൻ യെല്ലോ ഷെയ്ഡ് ഊരി വെച്ചേക്കുന്നതാണ്. കാരണം നമുക്ക് ആ ഒരു ഒന്ന് യെല്ലോ ഒന്ന് വൈറ്റുള്ള ലുക്ക് എനിക്ക് എന്താണെന്നറിയില്ല, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എനിക്ക് ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചെയ്തേക്കുന്ന മേജർ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ, അപ്ഗ്രേഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മോഡ് ചെയ്തേക്കുന്നത് ഈ ഹാൻഡിൽ ബാറാണ്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബാംഗ്ലൂർ പോയ വീഡിയോയിൽ ഞാൻ ശരിക്കും ബാംഗ്ലൂർ പോയി തന്നെ ഈ സാധനം മാറാനാണ്. ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിൾസിൻ്റെ ഹാൻഡിൽ ബാർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 1 ഇഞ്ചിൻ്റെ റൈസറും ഞാൻ ചെയ്തിട്ടുണ്ട്. അതെൻ്റെ ഒരു പോസ്റ്ററിന് മാച്ച് ആവുന്ന രീതിയിലുള്ള റൈസറാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. ഇതൊക്കെ എനിക്ക് വീണ്ടും കിട്ടിയ ഈ നെക്കിൾ. പക്ഷേ ഈ നെക്കിളൊന്നും ഒട്ടും ക്വാളിറ്റി ഇല്ല, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ നമ്പർ പ്ലേറ്റ്, ഈ വണ്ടിയുടെ എനിക്കറിയാം ഇതൊരു ഓണർഷിപ്പ് റിവ്യൂ ആണ്. ഈ വണ്ടി ഇപ്പം നിങ്ങൾക്ക് പുതിയത് നോക്കിയാൽ ചിലപ്പോൾ വാങ്ങാൻ കിട്ടില്ല. കാരണം ഈ മോഡൽ ഡിസ്കണ്ടിന്യൂ ചെയ്ത് പുതിയ മോഡലാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ വണ്ടി ഇനിയിപ്പോൾ ആരെങ്കിലും യൂസ്ഡ് എടുക്കാൻ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ താഴത്ത് ഈ തുമ്പി കല്ലെടുത്താൽ എങ്ങനെ ഇരിക്കും അതേപോലത്തെ ഒരു നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ അടിയിൽ, വൃത്തികെട്ട്. ഞാൻ അതിൻ്റെ ഫോട്ടോ ഇട്ടുതരാം സ്റ്റോക്ക് എങ്ങനെയായിരുന്നു. ആ സാധനം ഞാൻ എടുത്ത് കളഞ്ഞിട്ട് നേരെ വൈസറിലോട്ട് മാറ്റി. ഇപ്പം നല്ല വൃത്തിയായി വണ്ടി കാണാൻ. പിന്നെ വേറെ പ്രത്യേകിച്ചും ചെയ്തിട്ടൊന്നുമില്ല. പെർഫോമൻസിൻ്റെ മോഡ്സ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും ഞാൻ ആ ഭാഗത്തൊന്നും കാര്യമായിട്ടും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഓയിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്, ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മോട്ട്യൂളിൻ്റെ ഓയിലാണ്. സ്റ്റിക്കർ നോക്കണ്ട, അത് ഞാൻ മുമ്പ് ഇട്ടിച്ചതാണ്. ഇപ്പം ഞാൻ മോട്ടോർ എക്സിൻ്റെ എഞ്ചിൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതിന് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഓയിൽ കപ്പാസിറ്റി 1.7 ലിറ്ററോ 1.8 ലിറ്റർ എങ്ങാനാണ്. അപ്പോൾ അതിൻ്റെ ഒരു 2 ലിറ്റർ വാങ്ങുമ്പോഴത്തേക്ക് അത്യാവശ്യം കോസ്റ്റ് ആവും. എറൗണ്ട് ഒരു 4200 300 അങ്ങനെ എന്തോ ആവും അത്. പക്ഷേങ്കിൽ ഗൈസ് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം. അത് വേറെ ലെവൽ എഞ്ചിനോ ഇല്ല. ഈ മോട്ട്യൂൾ വെച്ച് കമ്പയർ ചെയ്യാനും പോലും പറ്റാത്തത്രയും അടിപൊളി സാധനം. ഇനിയിപ്പോൾ എനിക്ക് ഞാൻ പെർഫോമൻസ് മോഡ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ. പെർഫോമൻസ് മോഡായിട്ട് എനിക്ക് ചെയ്യാൻ ഇനിയിപ്പോൾ ആഗ്രഹമുള്ളത് BMCയുടെ ഒരു എയർ ഫിൽറ്റർ കയറ്റിയാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ഒരു റെഡ് റൂസ്റ്ററിൻ്റെ ഒരു ഫുൾ സിസ്റ്റം എക്സോസ്റ്റും ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഇതിൽ ആകെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനിത് 10 വർഷത്തെ വാറണ്ടി എടുത്തിട്ടുണ്ട് ഈ വണ്ടിക്ക്. അപ്പോൾ സർവീസ് സെൻറ്ററിൽ പോകുന്ന സമയത്ത് എനിക്കിത് ചിലപ്പോൾ എൻ്റെ വാറണ്ടി വോയിഡായി പോകും, വാറണ്ടി മേ ബി കട്ടായി പോകും. ആ ഒരു പേടി എനിക്കുണ്ട്. അപ്പോൾ വാറണ്ടി അതിൻ്റെ എന്തെങ്കിലും ട്രിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ ഈ വീഡിയോ സർവീസ് സെൻറ്ററിലുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ നമ്പർ നോട്ട് ചെയ്തിട്ട് പണി തരാൻ പാടില്ല, അതെൻ്റെ ഒരു റിക്വസ്റ്റാണ് കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ശരിക്കും പറഞ്ഞാൽ കോമ്പറ്റീറ്റേഴ്സായിട്ടുള്ള കുറച്ച് ബ്രാൻഡ്സ് ഞാൻ നോക്കിയിരുന്നു വണ്ടി എടുക്കുന്നതിൻ്റെ മുമ്പ്. മീൻസ് നമ്മുടെ ഹിമാലയൻ 450 ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. ട്രയംഫിൻ്റെ സ്ക്രാംബ്ലർ 400 എക്സും XU, ആ 2 മോഡലും ആ സമയത്ത് ഉണ്ടായിരുന്നു. XE ജസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഫ്രണ്ടിൽ ആ ഒരു ജസ്റ്റ് ബീക്ക് വരുന്ന ഒരു ഡിസൈൻ, ആ ഒരു മോഡൽ XE സ്പോക്ക് വീല്, ട്യൂബ്ലെസ് സ്പോക്ക് വീലൊക്കെ വരുന്ന മോഡൽ, അത് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. പക്ഷേങ്കിൽ എനിക്ക് എന്തോ ട്രയംഫിൽ എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത് നമ്മൾ എറൗണ്ട് ഒരു 3.8 3.9 അങ്ങനെ അതിന് ഓൺ റോഡ് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ ഒരു വിലക്ക് നമ്മൾ ആ ഒരു വണ്ടി എടുക്കുമ്പോൾ റൈഡ് ഫീലും കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ്. വെയിറ്റ് ബാലൻസിങ് ആണെങ്കിലും എല്ലാം കൊണ്ടും പെർഫെക്റ്റാണ് വണ്ടി, ഒരു ഇഷ്യൂ ഇല്ല. പക്ഷേ എനിക്ക് കുറച്ചൊരു ഭയങ്കര ഒരു കുട്ടി ബൈക്ക് ഓടിക്കുന്ന ആ ഒരു ഫീൽ കിട്ടി. അത്യാവശ്യം സൈസ് ഉണ്ട്, അറൗണ്ട് ഒരു 80 to 83 kgs ഉണ്ട്, 175 cm ഉണ്ട്. അപ്പോൾ എൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജിന് അതിന് ഭയങ്കര ഒരു ചെറിയൊരു ബൈക്ക് ഓടിക്കുന്ന ആ ഒരു ഫീൽ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അത് വേണ്ടെന്ന് വെച്ച്. പിന്നെ ഹിമാലയൻ 450 ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആകെ ഇഷ്ടപ്പെടാണ്ടിരുന്നത് വെച്ചാൽ ട്രയംഫിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ട്രയംഫ് ഭയങ്കര കുട്ടി ബൈക്ക് പോലെ ഫീൽ ചെയ്ത് എനിക്ക്. ഹിമാലയൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഹിമാലയൻ ഭയങ്കര കപ്പൽ പോലെ ഫീൽ ചെയ്ത് ബൈക്ക് ഓടിക്കുമ്പോൾ. ഈ ഹിമാലയൻ്റെ ടാങ്ക് തന്നെ ഭയങ്കര സൈസ്. വേറെ പ്രശ്നം അതെൻ്റെ പേഴ്സണൽ ചോയ്സ് മാത്രം കേട്ടോ. ആ സംഗതി ശരിക്കും പറഞ്ഞാൽ ടാങ്ക് കപ്പാസിറ്റി കൂടുതലാണ് ഹിമാലയൻ ഇതിനേക്കാളും. ഇതിന് 14.5 ലിറ്ററേ ടാങ്ക് കപ്പാസിറ്റി വരുന്നുള്ളൂ. പിന്നെ ഇതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഹിമാലയൻ വേണ്ടതെന്ന് വെച്ചാൽ. പിന്നെ എനിക്ക് കുറച്ച് ഇലക്ട്രോണിക്സ് വണ്ടി കൂടുതൽ വേണമെന്നൊരു നല്ല നിർബന്ധം ഉണ്ടായിരുന്നു. മീൻസ് ഇതിലിപ്പം നമുക്ക് ഇത് ടോപ്പ് എൻഡ് മീൻസ് ഇതിൻ്റെ ഒരു സ്പോക്ക് വീൽ വേരിയൻറ്റ് വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻറ്റാണ്. മീൻസ് ഫുൾ ഓപ്ഷൻ തന്നെയാണ്. ആകെ ഫ്രണ്ടും ബാക്കും അഡ്ജസ്റ്റബിൾ സസ്പെൻഷനും പിന്നെ ഈ സ്പോക്ക് വീൽസും, അത് രണ്ടും മാത്രമേ മിസ്സിങ് ആയിട്ടുള്ളൂ ഇതിൽ. ബാക്കിയെല്ലാ ഇലക്ട്രോണിക്സും എല്ലാ കുന്ത്രാണ്ടങ്ങളും ഈ ബൈക്കിലും ഉണ്ട്.
പിന്നെ ഇലക്ട്രോണിക്സിൻ്റെ കാര്യം എനിക്ക് ആവശ്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ക്വിക്ക് ഷിഫ്റ്റർ എനിക്ക് നിർബന്ധമായിരുന്നു. കാരണം ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ R15V4 ഓടിച്ചപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബൈക്കിൽ. കാരണം അതൊരു 155cc ആയിട്ട് പോലും അതിൻ്റെ ക്വിക്ക് ഷിഫ്റ്റർ അടിപൊളിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് 390cc എഞ്ചിനിൽ ക്വിക്ക് ഷിഫ്റ്റർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്ത് അടിപൊളിയായിരിക്കുമെന്ന്. പിന്നെ ഇലക്ട്രോണിക്സിൻ്റെ കാര്യത്തിൽ ഇതിൽ വരുന്നത് ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്, അപ്പ് ആൻഡ് ഡൗൺ. ക്വിക്ക് ഷിഫ്റ്റർ പ്ലസ് എന്നാണ് KTM അതിന് പറയുന്നത്. പിന്നെ കോർണറിങ് ABS വരുന്നുണ്ട്, ലീൻ ആംഗിൾ സെൻസർ വരുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും ABS ആണ്. അതിൽ ബാക്ക് നമുക്ക് സ്വിച്ചബിളാണ്. ഓഫ് റോഡ് പോകുന്ന സമയത്ത് നമുക്ക് ABS കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ റൈഡ് മോഡ്സ് 2 വരുന്നുണ്ട്. സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു മോഡും വരുന്നുണ്ട്, പിന്നെ ഓഫ് റോഡ് എന്ന് പറഞ്ഞൊരു മോഡും വരുന്നുണ്ട്. 2 റൈഡ് മോഡ്സ് വരുന്നുണ്ട്. അതിൽ എനിക്ക് ഓഫ് റോഡ് മോഡിലിടുമ്പോൾ വണ്ടി ത്രോട്ടിൽ കുറച്ചും കൂടി ഒരു അഗ്രസീവായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ പറയാനുള്ള ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് അതെനിക്ക് ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ റൈഡ് ബൈ വയറാണ്. ക്രിസ്പ് എന്ന് പറഞ്ഞില്ലേ, ക്രിസ്പ് ആൻഡ് ഷാർപ്പാണ്. അത് നമ്മൾ ഓഫ് റോഡ് മോഡലും കൂടി ഇട്ടിട്ട് ഈ സാധനമില്ലേ ജസ്റ്റ് ഒന്നൊന്ന് നമ്മളെ കൈയുടെ ഒരു ചെറിയൊരു തരിപ്പ് പോലും ഈ ആക്സിലേറ്ററിൽ നമുക്ക് ഫീൽ ചെയ്യും. അത്രയും ക്രിസ്പാണ് ഇതിൻ്റെ റൈഡ് ബൈ വയർ ത്രോട്ടിൽ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ എനിക്ക് ഇതിൻ്റെ ഇലക്ട്രോണിക്സിൽ മീറ്ററിലാണ് ബാക്കി കാര്യങ്ങൾ വരുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീറ്ററിൽ നമുക്ക് അത്യാവശ്യം ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ വേണ്ടി വരുന്ന എല്ലാ ടൈപ്പ് ഫീച്ചേഴ്സും ഇതിലുണ്ട്. ഇത് ശരിക്കും ഓവർലോഡായി ഇതിൻ്റെ മീറ്റർ. എല്ലാ ടെക്കും കാര്യങ്ങളും ഒക്കെ ഇതിലുണ്ട്. ഇതിൽ വരുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്, 10x10 നാവിഗേഷൻ വരുന്നുണ്ട്. KTMൻ്റെ മൈ റൈഡ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഹെഡ്സെറ്റും ബൈക്കും തമ്മിൽ സൈമൾട്ടേനിയസ്ലി ഒരുമിച്ച് കണക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഓൺ ദ റൈഡിൽ തന്നെ നമുക്ക് ട്രാക്ക് ചേഞ്ച് ചെയ്യാം, വോളിയം കൂട്ടാം, പോസ് ചെയ്യാം, കോൾ ആൻസർ ചെയ്യാം, എല്ലാ ഓപ്ഷനും ഉണ്ട്. പിന്നെ നാവിഗേഷൻ turn ആണ്. അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ട്രിപ്പ് ഡാറ്റ വരുന്നുണ്ട്. അതിൽ തന്നെ ട്രിപ്പ് 1, ട്രിപ്പ് 2, വാണിങ്, റൈഡ് മോഡ്സ് ഞാൻ പറഞ്ഞില്ലേ, സ്ട്രീറ്റ്, ഓഫ് റോഡ്, ഈ 2 മോഡ്സ് വരുന്നുണ്ട്. പിന്നെ മോട്ടോർ സൈക്കിളിൻ്റെ കുറച്ച് സെറ്റിങ്സ് ഉണ്ട്. നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള സെറ്റിങ്സ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ABSൻ്റെ കാര്യം റോഡിൽ കിടക്കുമ്പോൾ നോർമൽ മോഡ് 2 വീലും ABS ആയിരിക്കും. ഓഫ് റോഡ് മോഡിലിടുമ്പം ബാക്ക് വീല് മാത്രം ABS ഓഫ് ആവും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ട്രിപ്പ് 1 54 കിലോമീറ്റർ ഓടി. കൺസംഷൻ 1 മീൻസ് മൈലേജാണ് ഈ കൺസംഷൻ എന്ന് പറയുന്നത്. അതിൽ 29.6 ആണ് എനിക്കിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കിട്ടിയിരിക്കുന്ന മൈലേജ്. പിന്നെ ഈ ട്രിപ്പ് റീസെറ്റ് ചെയ്തിട്ട് ഞാൻ 1 മണിക്കൂർ 25 മിനിറ്റും റൺ ചെയ്ത്. ആ 1 മണിക്കൂർ 25 മിനിറ്റിൻ്റെ ഡാറ്റയാണ് ഈ കാണുന്നത്, ഈ മോഡലുള്ള ട്രിപ്പ് 1ഉം കൺസോളും. പിന്നെ ഡേറ്റ് കാണാം, ബാറ്ററി കാണാം, വണ്ടിയുടെ ഫ്യൂവൽ റേഞ്ച് മീൻസ് നമ്മൾ ഇപ്പോൾ ടാങ്കിൽ എത്ര ഫ്യൂൽ ഉണ്ടോ അതിനനുസരിച്ചുള്ള ഫ്യൂവൽ റേഞ്ച് കാണുന്നുണ്ട്. മീൻസ് ഡിസ്റ്റൻസ് ടു empty എന്നും പറയാം. പിന്നെ നമ്മുടെ ഫോൺ, ഇപ്പം ഞാൻ ഓൾറെഡി എൻ്റെ ഫോൺ കണക്റ്റാണ്. അതുകൊണ്ടാണ് ഇവിടെ ഫോൺ സിഗ്നലും ഫോൺ ബാറ്ററി എന്ന് പറഞ്ഞിട്ട് 2 സിഗ്നൽ കാണുന്നില്ലേ, അത് ഫോണിൻ്റെയാണ്. പിന്നെ താഴത്ത് സമയം വരുന്നുണ്ട്, ഓഡോമീറ്റർ, റൈഡ് മോഡ്, ABS, മോട്ടോർ സൈക്കിൾ ട്രാക്ഷൻ കൺട്രോൾ, ഓഡോമീറ്റർ, ട്രാക്കോമീറ്റർ, പിന്നെ സ്പീഡോമീറ്റർ ഡിജിറ്റൽ. പിന്നെ ഇതിൻ്റെ തീം നമുക്ക് 2 തീമാക്കാൻ പറ്റും. ഫുള്ള് നമുക്ക് ഡിസ്പ്ലേ തീം നമുക്ക് ഓട്ടോമാറ്റിക് ആക്കി വെച്ചാൽ നമ്മൾ പകൽ സമയത്ത് റൈഡ് ചെയ്യുമ്പോൾ ഇതേപോലെ വൈറ്റ് ആയിരിക്കും. പിന്നെ അത് നമുക്ക് നൈറ്റ് മോഡാക്കി വെക്കാം. നൈറ്റ് മോഡാക്കി വെച്ചാൽ അത് ഫുള്ള് ബ്ലാക്ക് ആവും. പിന്നെ നമുക്ക് ഇതിൽ ഷിഫ്റ്റ് ലൈറ്റ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഷിഫ്റ്റ് ലൈറ്റ് മീൻസ് നമ്മൾ RPM 1 എന്ന് പറയുമ്പോൾ നമ്മൾ റെഡ് ലൈൻ ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ബ്ലിങ്ക് ആവും ഗൈസ്. റെഡ് ലൈൻ ചെയ്യുന്ന സമയത്ത് ഈ ടാക്കോമീറ്റർ കംപ്ലീറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ആവും. ഞാൻ ജസ്റ്റ് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. ജസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ ടാക്കോമീറ്റർ ബ്ലിങ്ക് ആവുന്നത് ബ്ലിങ്ക് ആവുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾ ബ്ലിങ്ക് ആവുന്നുണ്ടല്ലേ, അതാണ് ഈ ഷിഫ്റ്റ് ലൈറ്റ് എന്ന് പറയുന്നത്. ഷിഫ്റ്റ് ലൈറ്റ് ഓണായിപ്പോൾ. അത് നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്തേക്കാം, പക്ഷേ അത് നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ക്ലോക്കിൻ്റെ സെറ്റിങ്സ് വരുന്നുണ്ട്, ഡേറ്റ് സെറ്റിങ്സ് വരുന്നുണ്ട്, യൂണിറ്റ്സ് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ സെറ്റ് ചെയ്യാം. കിലോമീറ്റർ, മൈല്, ഫ്യൂൽ കൺസംഷൻ്റെ നമുക്ക് 1 ലിറ്ററിൽ 100 കിലോമീറ്റർ ഓടാൻ എത്ര ലിറ്റർ കൺസംഷൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് ആക്കി വെക്കാം. കിലോമീറ്റർ പെർ ലിറ്റർ ആക്കാം, യൂസേജ് പെർ മില്ലി ആക്കാം, മൈൽ പെർ. ഇതൊക്കെ പിന്നെ നമുക്ക് അറിഞ്ഞുകൂടാത്ത യൂണിറ്റ്സാണ്. അതുകൊണ്ട് അതൊന്നും ഞാൻ അങ്ങോട്ട് അധികം പോയില്ല. പിന്നെ ലാംഗ്വേജ്. പിന്നെ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ സർവീസിൽ നമുക്ക് ഇനിയിപ്പോൾ നെക്സ്റ്റ് സർവീസ് ഞാൻ എപ്പോൾ ചെയ്യേണ്ടതെന്നുള്ള ഡേറ്റും കിലോമീറ്ററാണ്. മീൻസ് ഞാനിപ്പോൾ 3rd സർവീസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ 4236 കിലോമീറ്റർ ഇപ്പോൾ കാണുന്നില്ലേ, അത് ആകുമ്പം ഞാൻ അടുത്ത സർവീസിന് പോകണം. ഡേറ്റ് വരുന്ന അടുത്ത വർഷം മെയ്യിലാണ്.
അപ്പോൾ അത്രയും ലോങ് പീരീഡ് ഉണ്ട് എനിക്ക്. അതെന്തായാലും പെയ്ഡ് സർവീസാണ്, 3 സർവീസേ ഫ്രീ ഉള്ളൂ. ഇതാണ് കോർണറിങ് ABS. അത് പിന്നെ നമുക്ക് എക്സ്ട്രാ ഫംഗ്ഷൻ ആയിട്ടാണ്, അതിൽ പിന്നെ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാനില്ല, അത് ഫുൾ ടൈം ഓൺ ആയിരിക്കും ആ സെൻസർ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ മൈലേജ്. ഓഫ് കോഴ്സ് 390 ആണ്. മൈലേജിൻ്റെ കാര്യം നമ്മളധികം നോക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. കാരണം അറിയാലോ, അത്യാവശ്യം നല്ലോണം എണ്ണ കുടിച്ച് നമ്മളെ മുടിപ്പിക്കാൻ പാകത്തിൽ കിടക്കുന്നൊരു ഒരു ചീള് പയ്യനായി കിടക്കുന്നത്. അപ്പം മൈലേജ് പക്ഷേ എനിക്ക് ലോങ് പോകുമ്പോൾ എന്തായാലും ഞാൻ സിൻസിയറായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഒരു 31 ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു 90-100 പിടിച്ച് 6th ഗിയറിൽ ജസ്റ്റ് ഇങ്ങനെ ക്രൂയിസ് ചെയ്ത് പോകുമ്പോൾ. പിന്നെ നമ്മൾ നല്ല രീതിയിൽ പൊളിച്ചടക്കി അക്രമം കാണിച്ച് ഓടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ല രീതിയിൽ തന്നെ നമ്മളെ പോക്കറ്റും കീറുന്ന രീതിയിൽ മൈലേജ് കുറയും. മീൻസ് ഒരു 24-22 വരെയൊക്കെ എനിക്ക് ഏറ്റവും ലോസ്റ്റ് പോയിട്ടുണ്ട് ഇതിൻ്റെ മൈലേജ്. സർവീസ് കോസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റ് സർവീസിന് ഒരു 1500 രൂപ ആയിട്ടുള്ളൂ. അതിൽ ഓയിൽ ചേഞ്ച്, പിന്നെ റെഗുലറായിട്ടുള്ള എയർ ഫിൽട്ടർ ചേഞ്ച്, ഇങ്ങനെയുള്ള റെഗുലറായിട്ടുള്ള ചെക്കപ്പ് കാര്യങ്ങളൊക്കെ വരുള്ളൂ അതിൽ. പിന്നെ സെക്കൻഡ് സർവീസിന് എനിക്കൊരു 2600 ആ ഒരു റേഞ്ച് ആയിട്ടുണ്ട്. തേർഡ് സർവീസിൽ എനിക്ക് കുറച്ച് കംപ്ലയിൻസ് എന്ന് പറയാൻ എനിക്ക് കുറച്ച് ഞാൻ ട്രയൽസ് പോയപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള ക്ലാമ്പ് കാര്യങ്ങളൊക്കെ പൊട്ടിയായിരുന്നു. ആ സമയത്ത് ഞാൻ അതൊക്കെ സ്പെയറായിട്ട് മാറേണ്ടി വന്നു. അതുകൊണ്ടാണ് ഒരു 4000 സംതിങ് റേറ്റ് ആ ഒരു ടൈമിലായത്. പിന്നെ മെയിൻ്റെനൻസിൻ്റെയും സ്പെയർ പാർട്സ് അവൈലബിലിറ്റീൻ്റെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് കുറച്ച് ഡിസപ്പോയിൻറ്റിങ് ആണ്. കാര്യം മെയിൻ്റെനൻസിൻ്റെ കാര്യത്തിൽ ഡിസപ്പോയിൻറ്റിങ് ഒന്നുമില്ല. എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ എൻ്റെ വണ്ടി എൻ്റെ സ്വന്തം മോനെ പോലെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് മെയിൻ്റെനൻസിൽ വലിയ പണിയൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ എത്രത്തോളം വണ്ടീനെ സ്നേഹിക്കുന്നോ അത്രത്തോളം റിസൾട്ട് വണ്ടി നമുക്ക് തിരിച്ചു തരും. അതത്രയേ ഉള്ളൂ. പിന്നെ KTM ആണ്, നോക്കിയും കണ്ടും മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മെയിൻ്റെനൻസ് കോസ്റ്റ് വരും. സ്പെയർ പാർട്സിനും നല്ല കോസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ പെട്രോൾ ടാങ്കിന് ഞാൻ ഷോറൂമിൽ അന്വേഷിച്ചപ്പോൾ 45,000 രൂപയാണ് അവർ പുതിയ ടാങ്കിൻ്റെ കോസ്റ്റ് പറഞ്ഞത്. പിന്നെ സസ്പെൻഷനായാലും ഇതേപോലുള്ള പവർ പാർട്സ് ആയാലൊക്കെ അത്യാവശ്യം നല്ല എമൗണ്ട് നമ്മളെ കയ്യിൽ നിന്ന് പൊട്ടും. പിന്നെ വാറണ്ടി എടുത്തുകൊണ്ട് എൻജിനടക്കം വാറണ്ടി ഉണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിലൊന്നും ടെൻഷനൊന്നുമില്ല. പിന്നെ സ്പെയർ പാർട്സിൻ്റെ കാര്യമാണ് എനിക്ക് കഴിച്ച് പറയാനുള്ളത്. വളരെ വളരെ അബദ്ധം. ഞാൻ ഇതിൻ്റെ മുന്നേ ട്രയൽസ് പോയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീണായിരുന്നു. എൻ്റെ ഹാൻഡിൽ ബെൻഡായി, പിന്നെ ബ്രേക്ക് ലിവറും പൊട്ടി ഫ്രണ്ടിലുള്ളത്. അപ്പോൾ എനിക്ക് കിട്ടിയൊരു പണിയെന്ന് വെച്ചാൽ ഞാൻ ഏകദേശം ഒരു 2 ആഴ്ചയോളം വണ്ടിയായിട്ട് വീട്ടിൽ ലോക്കായി. മീൻസ് വണ്ടി പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എനിക്ക് വന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ണൂർ മുതൽ ഏകദേശം ഒരു കൊല്ലം ട്രിവാൻഡ്രം വരെ ഞാൻ KTMൻ്റെ സ്പെയർ പാർട്സിൽ വിളിച്ച് അന്വേഷിച്ച് ഇതിൻ്റെ അഡ്ജസ്റ്റബിൾ ലിവർ ഉണ്ടോ ബ്രേക്കിൻ്റെ. എവിടെയും സ്റ്റോക്കില്ല. അവർ പറയുന്നത് ഓർഡർ ചെയ്തിട്ടുണ്ട്, അടുത്ത ആഴ്ച വരും, 2 ആഴ്ച കഴിയുമ്പോൾ വരും. ആ ഒരു കാര്യം മാത്രമാണ് എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നിയത്. അവസാനം ഞാൻ ചെയ്തൊരു ഹാക്ക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ബൈക്ക് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഈ ലിവറായിരുന്നു എൻ്റെ പൊട്ടിയത്. ഇത് ഞാൻ എന്നിട്ട് KTM എന്നല്ല, ഞാനിത് ബജാജിൻ്റെ ലിവറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. മീൻസ് NS400Z ഇല്ലേ, പേര് ഓർമ്മിച്ചോ, NS400 അല്ല, NS400Z, ലാസ്റ്റ് മോഡൽ NS400Z എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്, അതിൻ്റെ ലിവർ. ഇതിൻ്റെ കോസ്റ്റ് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഗൈസ്. KTMൽ ലിവറിന് കോസ്റ്റ് പറയുന്നത് 2100 രൂപയാണ്, 2100. ഞാൻ ആ ലിവർ ബജാജിൽ നിന്ന് എത്ര രൂപ വാങ്ങിയെന്നറിയോ? ജസ്റ്റ് 617 രൂപക്ക്, 617. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എത്രത്തോളം ഈ KTM അവരുടെ ബ്രാൻഡ് വാല്യൂ വെച്ചിട്ട് നമ്മളെ കയ്യിൽ നിന്ന് എത്രത്തോളം മണി അവർ വാങ്ങുന്നുണ്ടെന്ന്. അപ്പോൾ അതെനിക്ക് വലിയൊരു ലെസണുമായി, എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയി. ഈ ഒരു വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഈ ബൈക്ക് യൂസ് ചെയ്യുന്ന ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും KTMലേക്ക് ഓടിപ്പിടിച്ച് പോകണ്ടെന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ പെർഫോമൻസിൻ്റെയും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വണ്ടി ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. പിന്നെ എനിക്കിതിൽ കുറച്ചും കൂടി ഒന്ന് സെറ്റായാൽ കൊള്ളാമെന്നുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടാണ്. കാരണം നമുക്ക് എക്സോസ്റ്റ് നോട്ട് തീരെ കേൾക്കില്ല, ജസ്റ്റ് ഒരു എയർ പാസ് ചെയ്യുന്ന സൗണ്ട് മാത്രമേ എക്സോസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളൂ. വേറെ കൂടുതലായിട്ട് എക്സോസ്റ്റ് നോട്ടായിട്ടൊന്നും പറയാനൊന്നുമില്ല. പക്ഷേ എക്സോസ്റ്റിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ് കാണാൻ, ഭയങ്കര സ്ലീക്ക് ആൻഡ് ഒരു പ്രോപ്പർ ADV ബൈക്കിൻ്റെ രീതിക്ക് ചേരുന്ന പോലെ തന്നെ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ബ്രേക്കിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ KTM അല്ലേ, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ബ്രേക്കിങ്ങാണ്. പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പേടിച്ചു പോകും, ആ രീതിയിലുള്ള ബ്രേക്കിങ്ങാണ് വണ്ടിക്ക്. സെറ്റ് ബ്രേക്കാണ്, വേറെ ഒന്നും പറയാനില്ല. ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ 10ൽ 10 മാർക്കാണ്.
പിന്നെ സസ്പെൻഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ WP അപ്പെക്സാണ് വരുന്നത്, ബാക്കിലും WPയുടെ തന്നെ സസ്പെൻഷൻ വരുന്നത്. KTMൻ്റെ അറിയാലോ WP ആണ്. പക്ഷേങ്കിൽ എനിക്ക് ഫ്രണ്ട് സസ്പെൻഷൻ കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റബിലിറ്റി ഇല്ലെങ്കിലും അത്യാവശ്യം ട്രാവലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അധികം സ്റ്റിഫൊന്നുമില്ല. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് നമ്മൾ സഡനായിട്ട് പിടിക്കുന്ന സമയത്ത് അത്യാവശ്യം ഒരു ഡൈവ് ഉണ്ട്. ആ ഡൈവ് ചിലപ്പോൾ നമുക്കൊരു ചെറിയൊരു പേടി ഉണ്ടാകും, പക്ഷേ പിന്നെ അത് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ ബാക്ക് സസ്പെൻഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര വലിയൊരു ഫീഡ്ബാക്ക് എനിക്ക് പറയാനില്ല. കാരണം ഇതൊരു അഡ്വഞ്ചർ ബൈക്കാണ് ശരിക്കും പറഞ്ഞാൽ KTMൻ്റെ സൈഡിൽ നിന്നുള്ള. പക്ഷേങ്കിൽ ഒരു അഡ്വഞ്ചർ ബൈക്കായിട്ട് ഒരു സ്പോർട്സ് നേക്കഡ് ബൈക്കിൻ്റെ സസ്പെൻഷൻ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് ആ ഒരു സെയിം രീതിയിലാണ് ഈ സസ്പെൻഷൻ വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഭയങ്കര സ്റ്റിഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോർണർ അടിക്കാനും അക്രമം കാണിക്കാനും പൊളിക്കാനും ഒക്കെ അടിപൊളിയാണ് ഹൈവേയിലൊക്കെ. അതിലൊന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ല. ആ കാര്യത്തിലൊക്കെ ഈ സസ്പെൻഷൻ വേറെ ലെവലാണ്. പക്ഷെങ്കിൽ നമ്മൾ കുറച്ച് പാച്ചുള്ള റോഡിൽ കൂടി അല്ലെങ്കിൽ ഒന്ന് ട്രയൽസ് പോകുമ്പോൾ, ഒരു ഓഫ് റോഡ് പോകുമ്പോൾ, ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഈ സസ്പെൻഷൻ ഭയങ്കര ഷോക്കാണ്. നമുക്ക് ശരിക്കും അടി കിട്ടും നമ്മുടെ ബാക്കിന്. ഹൈവേ ടൂറിങ്ങിൻ്റെ കാര്യവും പിന്നെ റൈഡിങ്ങിൻ്റെയും പെർഫോമൻസിൻ്റെ ഒക്കെ കാര്യം ഞാൻ വണ്ടി റണ്ണിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഒന്ന് വണ്ടി കയറി ഇരുന്നിട്ട് ഞാൻ സീറ്റ് ഹൈറ്റും കൂടിയും കാണിച്ചു തരാം. ഇതാണ് വണ്ടിയുടെ, ഇത് സ്റ്റോക്കല്ല ഹാൻഡിൽ, ഞാൻ ജസ്റ്റ് പോസ്ചർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റൈഡിങ് പോസ്ചർ. ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് അപ്രൈറ്റ്. ഇതിപ്പോൾ ഞാൻ റേസറും പിന്നെ ഹാൻഡിൽ ബാറൊക്കെ മാറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ചെറിയ വ്യത്യാസം ഉണ്ടാവും. സ്റ്റോക്ക് ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ഒരു പൊടിക്ക് ഇങ്ങനെ കുറച്ചൊന്ന് റൈസ് ചെയ്തിട്ടിരിക്കുന്ന പോലെ. ഒരു AD ബൈക്കാണെങ്കിൽ പോലും KTM അല്ലേ കുറച്ചുകൂടി ഒന്ന് റൈസ് ചെയ്തിരിക്കുന്നില്ല. അതൊന്നൊരു നിങ്ങൾ സ്റ്റോക്ക് ബൈക്കാണെങ്കിൽ ഒരു 1 ഇഞ്ചിൻ്റെ റൈസർ വെച്ച് കഴിഞ്ഞാൽ സെറ്റായിരിക്കും. 2 ഇഞ്ചിൻ്റെ ഒന്നും റൈസറിൻ്റെ ആവശ്യമില്ല, കാരണം അത്യാവശ്യം പൊക്ക ഹാൻഡിലുണ്ട് സ്റ്റോക്കിൽ തന്നെ. പിന്നെ എനിക്ക് എൻ്റെ ഒരു പോസ്ചർ കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു സെറ്റപ്പ് ഫ്രണ്ടിൽ ചെയ്തേക്കുന്നത്. പിന്നെ സീറ്റ് ഹൈറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് ഹൈറ്റ് 855 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. എനിക്ക് എൻ്റെ കാല് കണ്ട ഇങ്ങനെയാണ് കാല്. ഇത് ശരിക്കും പറഞ്ഞാൽ ബാക്കിൽ പില്ലണും കൂടിയും കയറിയിരിക്കുമ്പോൾ എനിക്കിത് ഫ്ലാറ്റ് ഫൂട്ടാവും. ഈ ഒരു ലെവലാണ് എൻ്റെ കാല് ഇരിക്കുന്നത്. ബാക്കി എന്തായാലും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇതിൻ്റെ പവർ ഫിഗേഴ്സും നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പം പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. നമ്പേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 44.6 അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ BHP വരുന്നത്. ടോർക്ക് വരുന്നത് 38.9 അങ്ങനെ എന്തോ ആണ്. 6 സ്പീഡാണ് ഗിയർ ബോക്സിലും കാര്യങ്ങളൊന്നും ഒരു ഇഷ്യൂ ഇല്ല. ടിപ്പിക്കൽ KTMൻ്റെ ഗിയർ ബോക്സ് പോലെ തന്നെ നല്ല ഷാർപ്പാണ്, പിന്നെ ഭയങ്കര ക്രിസ്പിയാണ്. നമുക്ക് ഈ KTM അധികം ഓടിച്ച് ശീലമില്ലാത്ത ആൾക്കാർക്ക് ആണെങ്കിൽ ഇത് ഭയങ്കര ക്ലങ്കി ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ അത് അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു എഞ്ചിനീയറിങ്. ശരിക്കും പറഞ്ഞാൽ ഒരു കറക്റ്റ് മെക്കാനിക്കൽ ഫീൽ നമുക്ക് ഈ ഗിയർ ബോക്സിൽ നിന്ന് കിട്ടുന്നുണ്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്. എഞ്ചിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആ ഒരു റോനസും ആ ഒരു ശരിക്കും പ്രോപ്പർ ഒരു മെക്കാനിക്കൽ മെഷീൻ നമ്മൾ റൈഡ് ചെയ്യുന്ന ആ ഒരു ഫീൽ നമ്മൾ KTMൻ്റെ ബൈക്ക് യൂസ് ചെയ്യുമ്പോൾ കിട്ടും. അതാണ് KTM അത്രയും റിലയബിൾ അല്ല എന്ന് ആൾക്കാർ പറയാനുള്ള മെയിൻ കാരണം. ശരിക്കും അതാണ് ഒരു മോട്ടോർ സൈക്കിളിൻ്റെ ഒരു 100% ക്യാരക്ടർ എന്നൊക്കെ പറയുന്നത്. വേറെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ പവർ തന്നെയാണ്. നമ്മൾ ഹൈവേയിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ലോങ് ടൂറൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ സ്വീറ്റ് സ്പോട്ട് എന്നൊക്കെ പറയുന്നത് നമുക്കൊരു 110 ഒക്കെയാണ്. 110 to 120 ഇടയിലാണ് ഇതിൻ്റെ ആ ഒരു സ്വീറ്റ് സ്പോട്ട്. ആ ഒരു ടൈമിൽ വൈബ്രേഷൻസും കാര്യങ്ങളൊന്നും ഒട്ടുമില്ല. പിന്നെ വൈബ്രേഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വൈബ്രേഷൻ ഉണ്ട് ഗൈസ്, അത്യാവശ്യം വൈബ്രേഷൻ ഉണ്ട്. നമുക്കത് ഒരു 4000 RPM കഴിഞ്ഞാൽ പിന്നെ അധികം വൈബ്രേഷൻ ഫീൽ ചെയ്യില്ല. പക്ഷെ അതിൻ്റെ താഴത്തോട്ടുള്ള RPMലേക്ക് നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പം 4th ഗിയറിലുള്ള ഉണ്ടാ ഈ ഫ്രണ്ടിലത്തെ ഹെഡ് യൂണിറ്റ് മൊത്തം കിടന്ന് വൈബ്രേറ്റ് ആകുന്നുണ്ടോ? വാവ്, എന്ത് രസമല്ലേ, കിടിലം വ്യൂ. പിന്നെ കൂടുതലും നമുക്ക് വൈബ്രേഷൻ സീറ്റിലോട്ടല്ല കിട്ടുന്നത്, നമുക്ക് ഈ ഹാൻഡിലിൻ്റെ മുകളിൽ കിട്ടുന്നുണ്ട് വൈബ്രേഷൻ. അത് ഈ ഹാൻഡിലിന് മാത്രമല്ല, ഞാൻ സ്റ്റോക്കിൽ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് വൈബ്രേഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫുഡ് പാക്സിൽ വൈബ്രേഷൻ കിട്ടുന്നുണ്ട്, ഫുഡ് കിട്ടില്ല. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഹീറ്റിങ്ങിൻ്റെ കേസാണ്. നമ്മളിപ്പോൾ നല്ല ട്രാഫിക്കുള്ള സിറ്റി കൂടിയൊക്കെ റൈഡ് ചെയ്യുമ്പോൾ നല്ല ഹീറ്റിംഗ് ഉണ്ട്. ഡ്യൂക്ക് 390 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് എന്തോ ഒരു ഫാൻ അങ്ങനെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കമ്പനി. പിന്നെ ഇതിൻ്റെ റേഡിയേറ്ററിൻ്റെ ഷേപ്പും ഭയങ്കര ഒരു കർവ്ഡ് ആയിട്ടുള്ള ഷേപ്പാണ് വരുന്നത്. മീൻസ് അത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കൂടുതൽ ഹീറ്റ് കൂടുതൽ അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ആ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നതാണ്. കുറച്ച് അത്യാവശ്യം നല്ല വൈഡാണ് ഇതിൻ്റെ റേഡിയേറ്റർ, നല്ല സൈസ് ഉണ്ട്.
അതേപോലെ തന്നെ ഇതിൻ്റെ ഫാൻ ഓണാകുമ്പോൾ തന്നെ ചുറ്റുമുള്ള 4 ആൾക്കാർ നോക്കൂ ഇതെന്താ സംഭവം എന്ന് ഉള്ള രീതിയിൽ. ഹീറ്റിംഗ് ഉണ്ട്. നമുക്ക് സിറ്റിയിലൊക്കെ ഒരു ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ട് പോകുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഹീറ്റിംഗ് അടിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ നമ്മൾ യൂസ്ഡ് ആവുന്നേ ഉള്ളൂ. പിന്നെ സത്യം പറഞ്ഞാൽ ഇതൊരു ഡെയിലി റൈഡിന് അത്ര ഒരു നല്ലൊരു ചോയ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൽ ഞാൻ പറയാനുള്ള ഫസ്റ്റ് കാരണം ഇതിൻ്റെ ലോ എൻഡ് ടോർക്കാണ്. ലോ എൻഡ് ടോർക്ക് ശരിക്കും പറഞ്ഞാൽ വണ്ടിക്ക് നല്ല മിസ്സിങ്ങാണ്. ശരിക്കും അഡ്വഞ്ചർ ബൈക്കിന് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യം ഇതിൻ്റെ ലോ എൻഡ് ടോർക്കാണ്. ലോ എൻഡ് ടോർക്ക് നല്ല ഷോക്കാണ് ഗൈസ്. മീൻസ് നമ്മളൊരു ഫസ്റ്റ് ഗിയർ ഇട്ട് കഴിഞ്ഞ് സെക്കൻഡ് ഗിയറിലോട്ട് ഉണ്ടെങ്കിൽ നമ്മളൊരു 25-30 കിലോമീറ്റർ സ്പീഡ് ഗെയിൻ ചെയ്യണം. അതിൻ്റെ മുന്നേ നമ്മൾ സെക്കൻഡ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു അടി കിട്ടും. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അതെന്താ സംഭവം ഞാൻ പറയുന്നത്, എന്നാലേ മനസ്സിലാവുള്ളൂ. ഈ റോട്ടിൽ അത്യാവശ്യം നല്ല തിരക്കായി പോയി. ഇപ്പോൾ നമുക്കൊന്ന് യൂ ടേൺ എടുക്കാം. ഒരു ജസ്റ്റ് ഒന്ന് ഓപ്പൺ റോഡും കൂടിയും കിട്ടിയാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ആക്സിലറേഷൻ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ ഇതിൻ്റെ ക്വിക്ക് ഷിഫ്റ്ററിനെ പറ്റി കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. ഞാൻ ബൈക്ക് എടുത്ത സമയത്ത് ഞാനും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ക്വിക്ക് ഷിഫ്റ്റർ മറ്റേ പഴമാണ്, അതാണ്, തേങ്ങയാണ്, ഒന്നിനും കൊള്ളൂല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. പക്ഷേ ഞാൻ ഈ സത്യം പറഞ്ഞാൽ ഞാനിത് യൂസ് ചെയ്ത് കഴിഞ്ഞ് എനിക്കിത് യൂസ്ഡ് ആയപ്പോൾ എനിക്കിത് കറക്റ്റ് മനസ്സിലായി. ഇതിൻ്റെ ഏതൊക്കെ പോയിന്റിൽ വെച്ചാൽ നമ്മൾ ക്വിക്ക് ഷിഫ്റ്റർ യൂസ് ചെയ്യേണ്ടത്, ഏത് RPM വെച്ച്, ഏത് സ്പീഡിൽ വെച്ച്, എത്ര ഇൻ്റർവെല്ലിൽ ഗ്യാപ്പ് ഇട്ട് നമ്മൾ ഈ സാധനം യൂസ് ചെയ്താൽ ഇത് എത്രയും സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുള്ള കാര്യം പിന്നെ എനിക്ക് മനസ്സിലായി. നമ്മൾ പണ്ട് പറയൂലേ എല്ലാത്തിനും അതിൻ്റെ ഒരു നേക്കുണ്ടെന്ന്, ആ ഒരു നേക്കാണ് ഇതിൻ്റെ ക്വിക്ക് ഷിഫ്റ്റർ ശരിക്കും പറഞ്ഞാൽ. ബാക്കി ബ്രാൻഡ്സ് കമ്പയർ ചെയ്യുമ്പോൾ അത്ര വലിയ സെറ്റപ്പായിട്ടൊന്നും തോന്നുന്നില്ല ഇതിൻ്റെ ക്വിക്ക് ഷിഫ്റ്റർ. കുറച്ചൊരു ചില സമയത്തൊക്കെ നമ്മൾ വിചാരിക്കാത്ത സമയത്തൊക്കെ ബാക്ക് വീലിൽ നല്ല അടി കിട്ടുന്ന പോലെ ഫീൽ ചെയ്യും ക്വിക്ക് ഷിഫ്റ്റർ യൂസ് ചെയ്യുമ്പോൾ. ഫ്രണ്ടിലൊരു യൂ ടേൺ ഉണ്ട്, അവിടെ നിന്ന് യൂ ടേൺ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്ത് കാണിച്ചു തരാം വണ്ടി. പിന്നെ മെയിനായിട്ടുള്ള കാര്യം പറയാൻ വിട്ടുപോയി, പ്രൈസ്. ഞാൻ എടുക്കുന്ന സമയത്ത് എനിക്ക് ഓൺ റോഡ് പ്രൈസ് വന്നത് 445 അപ്പോൾ എനിക്ക് ഇയർ ബാഗിൻ്റെ ഡിസ്കൗണ്ട് ഒരു 30,000 അത് തന്ന്. അങ്ങനെ എനിക്കൊരു 415 അല്ലേ, 415 എനിക്ക് വണ്ടി ഓൺ റോഡ് കിട്ടി. ശരിക്കും പറഞ്ഞാൽ 415 ഇത് വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെഗ്മെൻറ്റിൽ ഇത്ര ഇലക്ട്രോണിക്സ് തരുന്ന വേറൊരു ബൈക്ക് എനിക്ക് ഉണ്ടോയെന്നറിയില്ല. ഇത്ര ഇലക്ട്രോണിക്സ് തരുന്ന വേറൊരു ബ്രാൻഡ് ബൈക്കാണെങ്കിൽ അത് എന്തായാലും ഒരു 5 lakh എബോവ് വണ്ടിയായിരിക്കും. പിന്നെ നമുക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ടൂറിങ് കപ്പാസിറ്റിയാണ്. ഇത് ശരിക്കൊരു ഓഫ് റോഡർന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഒരു 60% അല്ല ഒരു 40% നമുക്ക് ഇതും കൊണ്ട് ഓഫ് റോഡ് പോവാം. പിന്നെ നമ്മൾ അത്രയും മോഡ്സും കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇത് പ്രോപ്പർ ഒരു ഓഫ് റോഡ് മെഷീൻ പോലെ നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. കാരണം അത്രയും കേപ്പബിളാണ് വണ്ടി എൻജിൻ വൈസ്. ലോ എൻഡിലും കാര്യങ്ങളൊക്കെ നമുക്ക് ട്യൂൺ ചെയ്തിട്ട് അത്രയും കേപ്പബിൾ ആക്കാം ഓഫ് റോഡിങ്ങിൽ. അപ്പോൾ ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ അൺബീറ്റബിൾ ആയിരിക്കും ഓഫ് റോഡിൽ. പിന്നെ ശരിക്കും പറഞ്ഞാൽ ബാക്കി വരുന്ന 60% എന്ന് പറഞ്ഞാൽ ഹൈവേ ടൂറിങ്ങാണ്, ലോങ് ടൂറിങ് മീൻസ് നമ്മളിപ്പോൾ ഡെയിലി ഇപ്പോൾ ഒരു 600 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 500 കിലോമീറ്റർ ഒക്കെ റൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ പുട്ടല്ല ഇതിൻ്റെ മുകളിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു പ്രശ്നവുമില്ല. നമുക്ക് ആ ഒരു സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഫണ്ട് ഒരിക്കലും നഷ്ടപ്പെടാണ്ട് നമുക്ക് ആ ഒരു കിലോമീറ്റർ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഫൺ ഫാക്ടർ എന്നും പറയാം. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടും എനിക്ക് ഫീൽ ചെയ്തതാണ് ഞാൻ ലോങ് പോയപ്പോൾ. ഇതും കൊണ്ട് ഏറ്റവും കൂടുതൽ ലോങ് പോയത് ഗോവയാണ്. വണ്ടി എടുത്തിട്ടൊരു 1 month ആ ഒരു സമയമാകുമ്പോഴേക്ക് ഞാൻ ഗോവ പോയിട്ട് വന്നു. സത്യം പറയല്ല കഴിച്ച എനിക്ക് ബോഡി പെയിന് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരു ഇഷ്യൂ എനിക്ക് ഈ വണ്ടിയിൽ നിന്ന് കിട്ടിയിട്ടില്ല ഗോവ പോയപ്പോൾ. ഇപ്പോൾ ജസ്റ്റ് ഓപ്പൺ റോഡുണ്ട്, ജസ്റ്റ് ഗിയർ ഡൗൺ ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ആക്സിലറേഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ഈ വണ്ടിയുടെ ക്യാരക്ടർ. ഞാൻ 3rd ഗിയറിലാണ് 110 നേരത്തെ കയറിയത് വണ്ടി. ഞാൻ പറഞ്ഞില്ല അത്രയും കേപ്പബിളാണ് വണ്ടി. പെർഫോമൻസ് വൈസ് വെച്ച് നോക്കുമ്പോൾ വണ്ടി അത്രയും കേപ്പബിളാണ്.
ഈ വണ്ടിയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ പോകുന്ന കാര്യം അത് തന്നെയായിരിക്കും. ഇതിൻ്റെ ആ ഒരു എഞ്ചിനും ഈ എഞ്ചിൻ്റെ ആ ഒരു ക്യാരക്ടറും. ചില സമയത്ത് നമുക്ക് പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സ്വഭാവം ഈ വണ്ടിക്കുണ്ട് സത്യം പറഞ്ഞാൽ. KTM എത്ര സോഫ്റ്റായി എന്ന് പറഞ്ഞാലും അവിടെ ഇവിടെയൊക്കെ ചെറിയ കാര്യങ്ങൾ ഈ വണ്ടിയിൽ ഇപ്പോൾ ഒളിച്ചിരിപ്പുണ്ട്, പഴയ ആ ഒരു KTMൻ്റെ ആ ഒരു സ്വഭാവം. വേറെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ടോപ്പ് സ്പീഡും കാര്യങ്ങളൊന്നും ഫുൾ ടൈം ഈ ടോപ്പ് സ്പീഡ് റൈഡ് ചെയ്യുന്ന ആ ഒരു കൂട്ടത്തിലല്ല ഞാൻ. പക്ഷേ ഞാൻ എന്തായാലും വണ്ടി എടുത്തപ്പോൾ ഞാൻ ടോപ്പ് എൻഡ് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ടോപ്പ് എൻഡ് കയറിയിരിക്കുന്ന 175 നമ്മുടെ എടപ്പാൾ കോഴിക്കോട് പുതിയ ഹൈവേ ഇല്ല, അവിടെ നിന്ന് ഞാൻ ടോപ്പ് എൻഡ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ എനിക്കപ്പോൾ ടോപ്പ് കയറാൻ പറ്റിയ 175. പിന്നെ ജസ്റ്റ് നല്ലൊരു ഇൻക്ലൈൻ വന്നപ്പോൾ വണ്ടി സ്ലോ ആയി. പിന്നെ പറയാൻ വിട്ടുപോയ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ പ്ലസ് വരുന്നതിൻ്റെ കൂടെ തന്നെ ഓട്ടോ ബ്ലിപ്പറും കൂടി ഉണ്ട്. ഓട്ടോ ബ്ലിപ്പർ എന്ന് മീൻസ് നമ്മൾ ജസ്റ്റ് ക്ലച്ച് പിടിക്കാണ്ട് നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ തന്നെ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് റബ് മാച്ച് ആയിക്കോളും. അത് ഭയങ്കര രസമാണ്. ഒരു എക്സോസ്റ്റ് കൂടി വെച്ച് കഴിഞ്ഞാൽ വേറെ മൂടായിരിക്കും അത് സംഗതി കേൾക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ ഈ വണ്ടിയും തിരക്കുള്ളതുണ്ടല്ലേ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരായിരുന്നു അത് എന്താ സംഭവം. ഓട്ടോ ബ്ലിപ്പർ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ് ഇതിൻ്റെ. പിന്നെ സ്ലിപ്പർ ക്ലച്ചാണ് എന്തായാലും, അതും അടിപൊളി തന്നെയാണ്, ഒന്നും പറയാനൊന്നുമില്ല. പിന്നെ ഗൈസ്, ഈ ഒരു റിവ്യൂ ഞാൻ ചെയ്യാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ മോഡല് പല മോഡലായിട്ട് ഇപ്പം വണ്ടി ഇറങ്ങുന്ന KTMൽ 390 അഡ്വഞ്ചർ 6 വരുന്നുണ്ട്. അത് പ്രോപ്പർ 390 തന്നെ. അതിൻ്റെ 390 അഡ്വഞ്ചർ S വരുന്നുണ്ട്, 390 അഡ്വഞ്ചർ X വരുന്നുണ്ട് ബേസ് മോഡൽ. പിന്നെ ഒരു 350cc മാറ്റിയിട്ടുണ്ട്, കുറച്ച് ആട്ടിൻ തോലിട്ട ചെന്നായി എന്നൊക്കെ പറയുന്ന സംഭവം. അത് 350cc 390യുടെ കിറ്റും. അത് ഭയങ്കര ചെറ്റത്തരായി പോയി KTM ചെയ്ത്. അറ്റ്ലീസ്റ്റ് ആ കളറെങ്കിലും അവർക്ക് മാറ്റി കൊടുക്കുമായിരുന്നു. ഇത്രയും വില കൊടുത്ത് 390 പുതിയ വണ്ടി വാങ്ങുന്ന ആൾക്കാരും അത്രയും പ്രൈസ് ബെനിഫിറ്റിൽ വില കുറച്ച് വണ്ടി വാങ്ങുന്ന ആൾക്കാർക്കും ഒരേപോലുള്ള വണ്ടി. പിന്നെ ഞാൻ ഈ റിവ്യൂ മെയിനായിട്ട് ഇപ്പോൾ ചെയ്യാനുള്ള കാരണം ഒന്നാമത് ഇതിൻ്റെ ഓണർഷിപ്പ് റിവ്യൂ ആണ്. പിന്നെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നമുക്ക് ഒരു 2.5 to 3.5 ലക്ഷം വരെയൊക്കെ ഈ വണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടി കിട്ടാനുണ്ട് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ. അപ്പോൾ ഈ വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം അധികം ഈ അഡ്വഞ്ചർ സീരീസ് വണ്ടികൾ അധികം നമ്മുടെ റോട്ടിലില്ല, ഈ ഹിമാലയം പോലെ അല്ലെങ്കിൽ എക്സ്പൾസ് പോലെയൊന്നും. ഫ്രണ്ടിലൊരു ഓപ്പൺ റോഡുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്ത് കാണിച്ചു തരാം. ഫസ്റ്റ് ഗിയറിന് 100 അല്ല എത്ര പെട്ടെന്ന് എത്തുന്ന ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോളെ. ഞാൻ പറഞ്ഞില്ല ഗൈസ്, 3 ഡിജിറ്റ് സ്പീഡ് എത്താനൊന്നും ഇതിനധികം സമയമൊന്നും വേണ്ട. എനിക്ക് തോന്നുന്നൊരു 6 സെക്കൻഡ് അടുത്ത് മാത്രം മതി 0 to 100. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ റിവ്യൂ വീഡിയോ. ഞാൻ ഓൾമോസ്റ്റ് വണ്ടീനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്തതെന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും ടോപ്പിക്കും കാര്യങ്ങളൊക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന ആൾക്കാർ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അത് എനിക്കും കുറച്ച് ഇൻഫർമേഷൻ തരും. ഈ വീഡിയോ കാണുന്ന ബാക്കി ഓഡിയൻസിനും അത് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്താ പറയുക, സോ ഫാർ ഐ എം വെരി ഹാപ്പി വിത്ത് ദിസ് ബൈക്ക്. ഞാനൊരിക്കലും ഡിസപ്പോയിൻറ്റഡ് അല്ല ഈ വണ്ടി പർച്ചേസ് ചെയ്തിട്ട്. കാരണം എനിക്ക് സത്യം പറയാലോ ഗൈസ്, എനിക്ക് ഇവിടെ ഇതും കൊണ്ട് തലകുനിക്കേണ്ടി വന്നിട്ടില്ല. പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും റോഡ് പ്രസൻസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും കുറച്ച് ഡിസഡ്വാൻറ്റേജസ് മീൻസ് കോൺസ് അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും. ഈ വണ്ടി എടുക്കാൻ പ്ലാനുള്ള ആൾക്കാർ ആരെങ്കിലും, സെക്കൻഡ് ഹാൻഡൊക്കെ എടുക്കാൻ പ്ലാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, ഫ്രണ്ട്സാ ആരെങ്കിലും ഫാമിലിയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അടുത്തൊരു അടിപൊളി റൈഡ് ഇനിയിപ്പോൾ ഊട്ടി അല്ലെങ്കിൽ കൊടൈക്കനാൽ, ഇത് രണ്ടും ഏതെങ്കിലും ഒരു സ്ഥലം ഞാൻ പ്ലാൻ ചെയ്ത്. അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും എന്തായാലും റൈഡിൻ്റെ മുമ്പ്. അപ്പോൾ ജസ്റ്റ് ഒരു പോള് പോലെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പറ ഊട്ടി പോകണോ കൊടൈക്കനാൽ പോകണോ, ഈ 2 സ്ഥലമാണ് മൈൻഡിലുള്ള. പിന്നെ സെപ്റ്റംബർ ഓണത്തിൻ്റെ സമയത്ത് ധനുഷ്കോടി പ്ലാൻ ചെയ്യുന്നുണ്ട്, അതൊരു ഗ്രൂപ്പ് റൈഡ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക.
അധികം മേച്ച് കെട്ടൊന്നും ഇല്ലാണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം, എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ഗൈസ്, ബൈ.